ഉടമ്പടി എപ്പോഴും ഒരു നിലപാട് ജീവിതമാണ്. ദൈവത്തിൻ്റെ കൂടെയാണെങ്കിൽ ദൈവത്തിൻ്റെ കൂടെ തന്നെ. അപ്പം നമ്മളെന്താണ് ചെയ്യേണ്ടത്? നമ്മളെപ്പോഴും വിജിലൻ്റ് ആയിരിക്കും. എന്താണ്? ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, പണിയുണ്ടാക്കരുത് തന്നെ അർത്ഥം. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. ദൈവത്തിൻ്റെ പക്ഷം ചേരാൻ പത്രോസിന് വാളെടുക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു. പത്രോസ് വാളെടുക്കുകയും ചെയ്ത്. അത് കർത്താവിനെ തന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് വാളെടുത്തത്. പക്ഷെ കർത്താവ് പറഞ്ഞ് അങ്ങനെ നീ വാളെടുത്ത് എന്നെ രക്ഷിക്കണ്ട എന്ന് പറഞ്ഞ്. അതാണ് സംഭവം. അപ്പം വാൾ ഉറയിലിട്ടിട്ട് അവൻ മാറി നിന്ന് അത് പറഞ്ഞ് ഇപ്പം പിതാവിൻ്റെ സമയമാണ് എന്ന് പറയും. ഇപ്പം നീ എന്നെ ഇങ്ങനെ രക്ഷിച്ചിട്ടും വലിയ കാര്യമില്ല, ഇപ്പം ഇത് ക്ലേശങ്ങളുടെ സമയമാണ്. അപ്പോൾ ഈശോ എന്താ പ്രാർത്ഥിക്കണത്? പിതാവേ, അങ്ങേ പുത്രനെ മഹത്വപ്പെടുത്തണമേ. അതാണ് വിഷയം. അതിനെല്ലാം സമീപനങ്ങളുണ്ട്. സുവിശേഷം കരുത്താർന്നൊരു സമീപനമാണ്. നമ്മൾ വിശുദ്ധിയോടെ തുടരുകയും ചെയ്യണം, അതേസമയം തന്നെ പ്രലോഭനങ്ങളെ അതിജീവിക്കണം. അതേസമയം നമുക്കെതിരെ വരുന്ന ബലപരീക്ഷണങ്ങൾക്ക് ദൈവത്തെ കക്ഷി ചേർക്കുകയും ചെയ്യണം. വളരെ തന്ത്രപരമായൊരു ജീവിതമാണിത്. തന്ത്രപരമായ ജീവിതമാണ്. അത് യേശു ജീവിച്ച് തീർത്ത ഒരു ജീവിതമാണ്. യേശു ജീവിച്ച് തീർത്തൊരു ജീവിതം. ഇതിന് നമുക്ക് മൊത്തം അനുകരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓരോ മനുഷ്യനും അതിൻ്റെതായിട്ടുള്ള പരിമിതികളുണ്ടെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു സുവിശേഷ വിഹിതമായി ജീവിക്കണം എന്നുള്ള ബോധം ഉണ്ടാകണം. അപ്പം അങ്ങനെ നീ സുവിശേഷ വിഹിതമായി ജീവിക്കണം എന്ന് ഇപ്പം നിൻ്റെ ഉടമ്പടിയിലെ ഉദ്ദേശം നിൻ്റെ കടങ്ങൾ മാറണമെന്നല്ലേ, അല്ലെങ്കിൽ കച്ചവടം നടക്കണമെന്നാണ് ഉദ്ദേശം. ലോകത്ത് ഭയങ്കരമായിട്ടുള്ള ഗതിവ്യതിയാനങ്ങൾ ഉണ്ടാകണില്ലേ? അപ്പം ഇങ്ങനെ ഓരോരോ സമയത്തും നമുക്ക് നമ്മുടെ തൊഴിലിനും വരുമാനത്തിനുമൊക്കെ പുതിയ പുതിയ വെല്ലുവിളികളുണ്ടാവും. ആ വെല്ലുവിളികളിലെല്ലാം ഉടമ്പടിയിൽ അതിൻ്റെ പ്രൊവിഷൻസ് ഉണ്ട്. എന്താ കാര്യം? ചില വെല്ലുവിളികൾ നമ്മുടെ നിലവിലുള്ള പവർ കൊണ്ട് കൈകാര്യം ചെയ്യാൻ പറ്റാതെ വരും. അത് ഇപ്പോഴല്ല, പണ്ട് മുതലേ ദൈവത്തിന് അറിയാവുന്ന ഒരു ദൈവം അറിഞ്ഞിട്ട് അതിനൊരു സമാധാനം കണ്ടുപിടിച്ചിട്ടുണ്ട്. ചില വെല്ലുവിളികൾ നമ്മളുടെ പവർ കൊണ്ട് തന്നെ നമ്മൾക്ക് അതിനെ പ്രതിരോധിക്കാൻ പറ്റാതെ വരും. അതിനാണ് പറയണത് എന്താണ്? മെരിറ്റ്, നമ്മുടെ മെരിറ്റ്. ചില വെല്ലുവിളികൾ നമ്മുടെ മെരിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റാതെ വരും. അതുകൊണ്ടാണ് ബൈബിൾ പുതിയ ഫോർമുല വെച്ചിരിക്കുന്നത്. എന്താണ്? നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതാണ് നമ്മൾ എഫേസ്യസ് 2:8 അതാണ് ഉടമ്പടിയുടെ അടിസ്ഥാന പ്രമാണം. നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അത് എഫേസ്യസ് 2:8. പിന്നെ നമ്മൾ എന്താ പറയണത്? സക്കറിയ 4:6 എന്താ പറയണത്? സൈന്യത്താലേ അല്ല, ശക്തിയാലേ അല്ല, കർത്താവിൻ്റെ ആത്മാവിനാൽ. ഇപ്പം ജീവിതത്തിനെതിരെ വരുന്ന ചില വെല്ലുവിളികൾ നമ്മുടെ ശക്തിയും സൈന്യവും കൊണ്ട്, ആളുകൊണ്ടോ അർത്ഥം കൊണ്ടോ നേരിടാൻ പറ്റത്തില്ല. എന്നാൽ ഈ ജീവിതത്തിൽ ഇതുപോലെ നമ്മൾക്ക് നിസ്സാരമാകുന്ന വിഷയങ്ങൾ കയറി നമ്മളെ വല്ലാതെ അങ്ങോട്ട് പിടിക്കും. ഇങ്ങനെ നിസ്സാര പ്രശ്നങ്ങൾ വല്ലാതിൻ്റെ ബാധിക്കുമ്പോൾ തന്നെയാണ് നമ്മളെന്ത് ചെയ്യും? ഇങ്ങനെയുള്ള അലപരാധി തരങ്ങളൊക്കെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയാണ് പ്രൊട്ടക്ഷന് വേണ്ടി നമ്മൾ ഉടമ്പടിയിൽ ഒരു പ്രൊവിഷൻ ഉണ്ട്. പ്രൊട്ടക്ഷൻ, സംരക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വഴിയിലൊരു അപകടമാണെന്ന് കണ്ടാൽ കർത്താവ് നമ്മളെ അതവിടെ ചെന്ന് ചാടാതിരിക്കാൻ വേണ്ടി വേറെ വഴിയിലൂടെ കൊണ്ടുപോകും. അപ്പോൾ വേറെ വഴി ഉണ്ടാകുമോ? ശരിക്കും പറഞ്ഞാൽ പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ് നമ്മൾ ഈ വഴി ചെന്ന് ചാടണത്. എല്ലാത്തിനും സേഫായിട്ടുള്ള വഴികളുണ്ടാവും. നമ്മൾക്ക് സേഫ് തോന്നാത്തതിൻ്റെ കാരണം നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ പുലിവാലുള്ളത് കൊണ്ടും പെരുമാറ്റത്തിൽ കുഴപ്പങ്ങളുള്ളത് കൊണ്ടുമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു കഥ, ഇപ്പം സമരക്കാരുടെ കഥ പറയാം. സമരക്കാരുടെ കഥ എന്താ? സമരക്കാരുടെ കഥയല്ല, അത് നിങ്ങൾക്കറിയാം. അതല്ല, സമറിയായിലൂടെ ഈശോ ജെറുസലേമിലേക്ക് പോകാൻ വേണ്ടി 2 അപ്പോസ്തലന്മാരെ പറഞ്ഞു വിടും, യാക്കോബ് യോഹന്നാനും. അണ്ണന്മാർ നേരെ സമറിയായിൽ ചെല്ലും. അപ്പോൾ അവർ ചോദിക്കും എവിടെ പോകണമെന്ന് ചോദിക്കും. ജെറുസലേമിൽ പോകണമെന്ന് പറയും. അപ്പോൾ അവർ പറയും നിൻ്റെ കൈകാലം ഞങ്ങൾ വെട്ടുമെന്ന് പറയും. കാര്യം എന്താണ്? ഞങ്ങൾ സമരക്കാരാണ്, നിങ്ങൾ ജാരസന്തതി എന്നാണ് ഞങ്ങളെ വിളിക്കണത്. ഞങ്ങളെ നിങ്ങൾ ജെറുസലേം ദേവാലയത്തിൽ നിങ്ങൾ കയറ്റത്തില്ല, അതുകൊണ്ട് നിങ്ങളിവിടെ കൂടി ജെറുസലേം ദേവാലയത്തിൽ പോകാൻ അനുവദിക്കത്തില്ലെന്ന് പറയും. ഇവർ ക്ഷുഭിതരായി പ്രശ്നമായി യേശുവിൻ്റെ അടുത്ത് വരും. കംപ്ലൈൻറ്റ് പറയുമ്പോൾ കർത്താവ് പറയുന്നത് എന്തിനാണ്?
നിങ്ങളെന്തിനാ ആ വഴിക്ക് പോയത്? വേറെ വഴി ഉണ്ടായിരുന്നില്ല എന്ന് പറയും. അത് മറ്റൊരു വഴിക്ക് പോയെന്ന്. അതാണ് ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ലൂക്ക 9:56. ലൂക്ക 9:56. അവർ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയി. മറ്റൊരു ഗ്രാമത്തിലേക്ക്. അപ്പം നിങ്ങൾക്ക് പോയാൽ മതിയല്ല, അതിന് പ്രൊവിഷൻ ഉണ്ടാകും. അപ്പോൾ ഈ വഴി അല്ലാതെ വേറെ വഴിയുണ്ട്. ഇവർക്കെന്താ പ്രശ്നം? ഇവർ കണ്ടത്തടിക്കും മുണ്ടത്തടി എന്ന് പറഞ്ഞ് നടക്കുന്ന പാർട്ടിയാണ്. അവർക്ക് അവരുടെ തല തീയും എന്താ ഉടമ്പടിയൊക്കെ എടുത്ത് കർത്താവിൻ്റെ കൂടെ ഉടമ്പടി ജീവിതമാണെങ്കിലും കൈയിരിപ്പത്തിരി മോശമാണ്. അവിടെ പ്രശ്നം. ഈ അപ്പോസ്തലന്മാരല്ലേ, അപ്പോസ്തലന്മാർ കർത്താവിൻ്റെ കൂടെ ജീവിച്ചുകൊണ്ട് ഫോർമാറ്റ് ചെയ്തുകൊണ്ട് ജീവിക്കണമല്ല. പക്ഷേ യവന്മാരുടെ കൈയിരിക്കണത് ശത്രുക്കളുടെ തലയിൽ തീയും ഗന്ധകവും വീഴണമെന്നുള്ള ആഗ്രഹക്കാരാണ്. ഉടമ്പടിയൊക്കെയാണ് കാര്യം ശരി, പക്ഷെ നമ്മളെ തൊട്ട് കഴിഞ്ഞാൽ അവൻ്റെ തല തെറിക്കണമെന്നുള്ള മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരാണ്. ഈ മെൻറ്റാലിറ്റിയുമായിട്ട് കർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ പാടാണ്. ഉടമ്പടി ജീവിതം മുന്നോട്ട് പോകത്തില്ല. അതുകൊണ്ട് അവരിൽ തന്നെയുള്ള വിഷമൊക്കെ പുറത്ത് ചാടിച്ചിട്ട് താണ് ഇവരെ ക്ലീൻ ചെയ്തെടുക്കണ കർത്താവ്. ഇപ്പോൾ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ ഓർക്കുക, നിങ്ങളുടെ കയ്യിൽ എന്തോ കുഴപ്പമുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. അവൻ്റെ കുഴപ്പമുണ്ടെന്നല്ല പ്രശ്നം. ബൈബിളിൽ കാണിക്കുന്ന രീതികൾ വ്യത്യാസമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലെ കുടുംബത്തിലെ അയൽവാസികളുമായിട്ട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്ക് പ്രശ്നമുണ്ടെന്നല്ല, നിങ്ങൾക്കെന്തോ പ്രശ്നമുള്ളതായിട്ട് ദൈവത്തിന് തോന്നണം. നിങ്ങളുടെ കൈ ഇരിക്കുന്നത് നാട്ടുകാരുടെ തലയെ തീയും ഗന്ധകവും വീഴാൻ വേണ്ടിയാണ് നിങ്ങൾ നിലകൊള്ളേണ്ടത്. ക്രിസ്തുവിൻ്റെ കൂടെ നടക്കുന്നത്. പക്ഷെ അതിൻ്റെ കഥയൊന്നുമില്ല. ഉടമ്പടി എടുത്തിട്ടുണ്ട്, പക്ഷെ നാട്ടുകാരുടെ തല പോകണമെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള കോമ്പറ്റീഷൻ അല്ലാത്ത അലവലായ തരങ്ങളൊക്കെ കയ്യിലുള്ളത് കാരണം ഇതിനെ ഒന്ന് കറകളഞ്ഞെടുക്കാൻ വേണ്ടി ഇടയ്ക്ക് ഉടമ്പടി കാലത്ത് ഇഷ്യൂസ് ഉണ്ടാകും. ഇപ്പം നിങ്ങൾ ഓർക്കും, ഉടമ്പടി എടുക്കുമ്പോൾ ചില ആൾക്കാർ പറയില്ലേ, എൻ്റെ ഉടമ്പടി ഒന്നും കാരണ്ട, നമുക്കൊരു പണി കൊടുക്കാമെന്ന് പറയും. 90 ദിവസം കഴിയട്ടെന്നൊക്കെ പറയുന്നില്ലേ, 90 ദിവസം കഴിയട്ടെന്ന്. ഇങ്ങനെ കുറേ പെലിച്ചാളികൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്. വെച്ച് കഴിഞ്ഞാൽ ആ ഉടമ്പടിക്കാലം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് എങ്ങനെ വ്രതം പോലെ ഒന്ന് അനുഷ്ഠാനമായിട്ട് തിരിക്കും. ഇതിങ്ങനെ ഈ ഉടമ്പടിക്കാലം ഒന്ന് അനുഷ്ഠാനം പോലെ വെള്ളമടിക്കാതെയും നാട്ടുകാരുടെ മേക്കെട്ട് കയറാതെയൊക്കെ മര്യാദയൊക്കെ ഇങ്ങനെ നല്ല പിള്ള ചമഞ്ഞ് ജീവിക്കും. എന്നിട്ട് ഇവരുടെ ഉള്ളിൽ എന്താണ് കൂട്ടിക്കൂട്ടി വെക്കും പക. എന്നിട്ട് ഉടമ്പടി കഴിയുമ്പോൾ എല്ലാത്തിനും കൂടി ഒറ്റത്തവണ തീർപ്പാക്കും. അപ്പം അങ്ങനെ വരുമ്പോഴുണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ദൈവത്തെ പരീക്ഷിക്കേണ്ടത് തുല്യമാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്വഭാവം ഉടമ്പടിക്ക് പറ്റാത്ത പേഴ്സണാലിറ്റി ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഉടമ്പടി എടുക്കുമ്പോൾ പടപടാന്ന് പ്രശ്നങ്ങൾ കൂടുകയാണെങ്കിൽ നിങ്ങൾ ഓർക്കണം, ദൈവതിരുസന്നിധി നിങ്ങൾ ഉടമ്പടിക്ക് കൊള്ളാത്ത പേഴ്സണാലിറ്റി ആണെന്ന്. ദൈവം നിങ്ങളെ പരുവപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നു. യു ഗോട്ട് ദ പോയിന്റ്.